കണ്ണൂർ പിണറായിയിലെ സ്ഫോടനത്തിൽ CPM പ്രവർത്തകൻ വിപിൻ രാജിന്റെ കയ്യിൽ നിന്ന് സ്ഫോടക വസ്തു പൊട്ടുന്ന ദൃശ്യം പുറത്ത്. സ്ഫോടനം റീൽസ് ചിത്രീകരണത്തിനിടെയാണ്. പൊട്ടിയത് പടക്കമെന്നായിരുന്നു പോലീസും CPMും പ്രചരിപ്പിച്ചത്. ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് അനധികൃതമായി നിർമ്മിച്ച സ്ഫോടക വസ്തുവാണെന്നാണ്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ പിള്ള, ഒരു പടക്കം പൊട്ടിയാലൊക്കെ കയ്യേറ്റ് പോകുമോ എന്ന് സ്വാഭാവികമായും എല്ലാവരും സംശയിക്കുന്നുണ്ട്. ഏതായാലും അതൊരു സ്ഫോടക വസ്തു തന്നെയാണ്, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് എന്താണ്? തുടക്കം തൊട്ടേ കൊടുത്തിരുന്നത് ശക്തിയുള്ള ഒരു ബോംബ് തന്നെയാണെന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നത്. കോൺഗ്രസും BJPയും അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നതും. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് അന്ന് ഈ സ്ഫോടനം നടക്കുന്ന സമയത്തുള്ള ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇയാളുടെ കയ്യിൽ വെച്ച് ഈ സാധനം പൊട്ടുന്ന സമയത്ത് ആ കൈപ്പത്തി ചിതറിപ്പോകുന്ന അടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. അപ്പോൾ ഇത് വെറും ഒരു പടക്കമല്ല, ഇത് ശക്തമായ ഒരു ബോംബ് തന്നെയാണ്. അവർ CPM പ്രവർത്തകർ തന്നെ കെട്ടിയുണ്ടാക്കിയ ബോംബ് തന്നെയാണ് എന്നാണ് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സാധാരണ ഈ കത്തിച്ചെറിയുന്ന തരത്തിലുള്ള ബോംബാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഒരാളെ കൊല്ലാൻ പോലും ഇതുകൊണ്ട് കഴിയുമെന്ന് തന്നെ ആ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. കാരണം ആ സ്ഫോടനത്തിൽ അയാളുടെ വലത് കൈപ്പത്തി ചിതറിപ്പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരാളുടെ നേരെ കത്തിച്ചെറിയുകയാണെങ്കിൽ അയാൾ കൊല്ലപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് അനധികൃതമായി നിർമ്മിച്ചത് സ്ഫോടക വസ്തു തന്നെയാണ് എന്നുള്ളത് വ്യക്തമാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. CPMന്റെ വാദം ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി പൊളിയുകയാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു സ്വരാജ്. യെസ്, കണ്ണൂർ പിണറായിയിലെ സ്ഫോടനത്തിൽ CPM പ്രവർത്തകൻ വിപിൻ രാജിന്റെ കയ്യിൽ നിന്ന് സ്ഫോടക വസ്തു പൊട്ടുന്ന ദൃശ്യം പുറത്ത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.